ഹലോ, അസ്സലാമു അലൈക്കും. സുഖമല്ല എല്ലാവർക്കും? ഇന്നിപ്പോൾ രാവിലെ കുറച്ച് സമയമുള്ള വീഡിയോ എടുത്തു തന്നെ. രാവിലെ ആമിക്ക് സ്കൂൾ ഉണ്ടാകുന്ന സമയത്ത് എന്തായാലും അടുക്കളയിൽ കുറച്ച് തിരക്കുണ്ടാവും. ലീവ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമല്ല നമ്മൾ ആരായാലും കുറച്ച് ലേറ്റ് ആവുള്ളൂ. ഞാൻ രാവിലെ സുബഹിൽ നിസ്കരിച്ച് ഓതലെല്ലാം കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇവരെ ടിഫിനിൽ കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാ ദിവസവും ഇതിങ്ങനെ ആലോചിച്ചിട്ട് വിഷമിക്കും കേട്ടോ. നമ്മളുണ്ടാക്കുന്ന എന്ത് ഭക്ഷണവും കൊടുത്താൽ കഴിക്കുന്ന മക്കളാണെങ്കിൽ വലിയ ടെൻഷൻ ഉണ്ടാവില്ല. ഇതിപ്പോൾ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഒന്നും കഴിക്കില്ല, എത്ര നിർബന്ധിച്ചാലും ഒന്നും കഴിക്കില്ല. അപ്പോൾ പിന്നെ ടിഫിനിലൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു വിഷമല്ലേ. അപ്പോൾ ഓക്കാണെങ്കിൽ ആമിക്ക് ആകെ ഇഷ്ടപ്പെടുന്നത് ഇഡ്ഡലി സാമ്പാർ ഇഷ്ടമാവും, ദോശ ഇഷ്ടമാവും. അത് എല്ലാ ദിവസവും കൊടുക്കലും ഉണ്ട്. എന്നാലും ഒരു ചേഞ്ച് വേണ്ടേ. ഇടയ്ക്ക് ഒരു സാൻഡ്വിച്ച് മതി, അല്ലെങ്കിൽ നൂഡിൽസ് മതി. നൂഡിൽസൊന്നും അത്ര ഉച്ചയാകുമ്പോഴത്തേക്കൊന്നും ഒരു ടേസ്റ്റും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് ഭ്രാന്താവും. ഇതിപ്പോൾ അവളെ സ്കൂളിൽ ഇപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ അവളെത്തി. ഞാൻ ആദ്യമായിട്ടാണ് ഇന്നിപ്പോൾ പൂരിയും ഈ വൈറ്റ് കടലൻ്റെ കറിയും ചന മസാല കറി കൊടുക്കാൻ വിചാരിക്കുന്നത്. ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിക്കുമെന്ന്. പൂരി ഹെൽത്തി ആയിട്ടൊന്നല്ലേ, ഒന്ന് ചേഞ്ചാക്കി കഴിക്കുന്നുണ്ടോ എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പൊതുവേ രാവിലെ എണീച്ചിട്ട് എനിക്ക് ഈ പൂരി പരത്തലും കറി ഉണ്ടാക്കുന്നതെല്ലാം കുറച്ച് റിസ്ക്കിയായ കാര്യമാണ്. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയലില്ല. എന്നാലും ഇന്ന് വിചാരിച്ചു ആകുമ്പോലെ ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പൂരിയും വൈറ്റ് കടല ഒരിക്കൽ കറി വെച്ചതിൻ്റെ ബാക്കിയുണ്ട്, അതിന് കുറച്ച് വേവിച്ച് വെച്ചത്. അപ്പോൾ എളുപ്പമില്ലേ, അതുകൊണ്ടാണ് അതിന് ഇറങ്ങിയത്. അങ്ങനെ പൂരിയും കടലക്കറിയെല്ലാം ആക്കിയിട്ട് ഇന്നിപ്പോൾ കൊടുത്തയച്ചിട്ടുണ്ട്. ഇനി വന്നാലറിയാം എന്താ അവസ്ഥ, കഴിച്ചിനോ ഇല്ലയോ എന്ന്. അതിന് മുമ്പേ ഞാൻ ഈ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. വേറെന്താ, അങ്ങനെ പൂരിയും കറിയെല്ലാം ആക്കി പിന്നെ ആമിനെ വിളിച്ചെണീപ്പിച്ച് അവിടെ ഫ്രഷാക്കി. ടിഫിനിൽ എന്ത് കൊടുക്കുന്നതിൻ്റെ കൂടി കുറച്ച് കുക്കുമ്പർ കട്ട് ചെയ്തത്, ഫ്രൂട്ട്സൊന്നും എന്ത് കൊടുത്താലും കഴിക്കില്ല. ഒരു ചെറിയ പീസ് കുക്കുമ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കും. അങ്ങനെ കുക്കുമ്പറും എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റ് അങ്ങനത്തെ എന്തെങ്കിലും 2-3 സാധനം വെച്ച് ഈ പൂരിയും കറിയെല്ലാം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ രാവിലെ യൂണിഫോം ഇസ്തിരി ഇടണം, അവളെ ഫ്രഷാക്കി അയക്കണം. സ്വന്തം തന്നെ ബാത്റൂം ഫ്രഷെല്ലാം ആവും, പക്ഷേങ്കിൽ കുറച്ചൊന്നും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ സാധാരണ ആമി സ്കൂളിൽ പോയി കഴിഞ്ഞപാട് കുറച്ച് കിടന്നുറങ്ങാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കാരണം കഴിയാത്തതുകൊണ്ടും പിന്നെ നാട്ടിലെ പോലെ ഒന്നുമില്ലല്ലോ ഇവിടെ. ഒന്നുകിൽ പുറത്തൊരു ഒച്ചപ്പാട് വർത്താനം കേൾക്കണം, എന്തെങ്കിലും വെളിച്ചം കാണണം, അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യാനാണ്, അല്ലെങ്കിൽ അകത്തുനിന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഇല്ല, കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊന്ന് കിടക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ പിന്നെ പോയി കഴിഞ്ഞാൽ അവിടെ കിടക്കല. ഇപ്പോൾ കുറച്ച് നല്ലോണം തന്നെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു രാവിലത്തെ ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ പറ്റും, ഒരു 8-9 മണിയാകുമ്പോൾ തന്നെ കഴിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ കുറച്ച് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഫുഡും കഴിച്ച് കിടക്കലൊരു എന്തോപോലെ ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കഴിക്കുകയും ചെയ്യില്ല. പിന്നെ കുറേ നാളെ കൊണ്ട് അങ്ങനെ ശീലിച്ചിട്ടില്ല. അപ്പോൾ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറയാൻ പോയതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റെല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വേറെന്താ, ഈ മൈഗ്രെയിൻ്റെ തലവേദനയുള്ള ആളുകൾക്ക് എല്ലാവർക്കും രാവിലെ ഇങ്ങനെയാണോ എന്നറിയില്ല. എന്തായാലും വന്നു ഇപ്പോൾ ഒന്നും കഴിയാത്ത അവസ്ഥയായി. മൈഗ്രെയിൻ ചെറിയ ചെറിയ കാരണങ്ങൾക്ക് മൈഗ്രെയിൻ വരും, പിന്നെ നല്ലോണം ബുദ്ധിമുട്ടാവും. ആമി സ്കൂൾ പോയതിന് ശേഷം പിന്നെ നമുക്കുള്ള പൂരി ചുട്ട് കുറച്ച് ചായയും വെച്ച് ഇവരെല്ലാം കഴിച്ച് ഇവർ ഷോപ്പിലും പോയി. പിന്നെ ഞാൻ കുറച്ചൊന്ന് കിടന്ന്. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.